എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. സങ്കീർത്തനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ അഭിഷിക്തൻ. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം. അവരുടെ ചങ്ങലപൊട്ട് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും. ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവീൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവീൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവീൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ജനതകളുടെ കലഹവും ഭരണാധികാരികളുടെ ഗുരുതര ആസൂത്രണങ്ങളും കണക്കാക്കിയാലും സത്യം ഒന്നു തന്നെ. മനുഷ്യൻ തൻ്റെ പാപഭാരത്തിൽ മുങ്ങുമ്പോൾ ദൈവം ഇടപെടുന്നു. എക്കാലത്തും എല്ലായ്പ്പോഴും, അന്നും ഇന്നും. ഇന്നത്തെ ലോകത്തും നാം കാണുന്നത് ഇതുതന്നെയാണ്. താൽക്കാലിക അധികാരത്തിനും ധനസമൃദ്ധിക്കും വേണ്ടി നീതി കൊന്നൊടുക്കുന്ന അനീതിയുടെ ആധിപത്യം. എന്നാൽ ഈ പ്രഭുത്വങ്ങളെയും അതിൻ്റെ ഗൗരവങ്ങളെയും കർത്താവ് പരിഹസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒരു ദൈവം, ഒരൊറ്റ ജീവനുള്ള ദൈവം. ചരിത്രം അതിന് സാക്ഷിയാണ്. ദൈവത്തിൻ്റെ ഭീഷണി പോലും ദയയുടെ രൂപത്തിൽ നിറയും. അതാണല്ലോ സ്വപുത്രനെ പോലും ദൈവജനമേ, നിങ്ങൾക്കും എനിക്കുമായി അടിയേറ്റ് 5000-ൽ പരം ചാട്ടവാറടിയേറ്റ് തുപ്പൽ മുഖത്തേറ്റുവാങ്ങി കുരിശ് ചുമന്ന് ചങ്ക് പിളർന്ന് കുരിശിൽ തൂങ്ങിയത്. ദൈവം അത്യന്ത സ്നേഹത്തോടെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു. കൃപയുടെയും നീതിയുടെയും പ്രതീകമായ ക്രിസ്തുവിനെ. അവനിലൂടെ ദൈവം നമ്മെ തൻ്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി. അതിനെ മറന്ന ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. മതപരമായ ഇരുട്ടിലും നാശ പരിണാമങ്ങളിലാണ് മനുഷ്യൻ പതിക്കപ്പെട്ടിരിക്കുന്നത്. അന്ധമായ പിൻതലമുറയുടെ പാപം തിരുത്താൻ സഹോദര സഹോദരി, നിനക്ക് ദൈവം അവസരം തന്നിരിക്കുന്നു. അത് കർത്താവിലൂടെ മാത്രം, വേറെ ആരിലും. ആത്മരക്ഷയില്ല, കർത്താവിൽ മാത്രം. മറ്റൊന്നിൻ്റെയും പുറകെ പോയിട്ട് കാര്യമില്ല. അതിനാൽ ഉണരേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ അതിരുകൾ കീഴടക്കുന്ന അധികാരമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് മനസ്സ് തുറക്കാനും തിരിച്ചു വരാനുമുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തോട് കീഴടങ്ങേണ്ട സമയം. തിരിച്ചറിയൽ, പൂർണ്ണ സമർപ്പണം. ദൈവം തന്ന സംവിധാനങ്ങളെ നാം എതിർക്കുമ്പോൾ, പുച്ഛിക്കുമ്പോൾ, അതിനോട് മറുതലിക്കുമ്പോൾ നാം ദൈവത്തോട് തന്നെ മറുതലിച്ച് ഗുരുതരമായ 1-ാം പാപം വീണ്ടും വീണ്ടും ലംഘിക്കുന്നു. ഇന്ന് തീരുമാനമെടുക്കാം. എൻ്റെയും നിൻ്റെയും പാപം നമ്മെ ദൈവസന്നിധിയിൽ നിന്നും അകറ്റിയിരിക്കുന്നു. കരുണയിൽ വിജാതീയരും കഴിയുന്നുണ്ടല്ലോ. നാം കൃപയിൽ
അനുഗ്രഹത്തിൽ കഴിയേണ്ടവരല്ലേ? അപ്പൻ്റെ തീന്മേശയിൽ നമുക്കും പങ്കുചേരണ്ടേ? വരൂ സഹോദര സഹോദരി, നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരാം. ധൂർത്തപുത്രനെ പോലെ, ധൂർത്തപുത്രിയെ പോലെ. ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവർക്കും ഒരേ കാര്യം ആവശ്യമാണ്: വിശുദ്ധമായ ഭയം, അതേപോലെ കൃതജ്ഞതയും നിറഞ്ഞ സേവനം. ഇന്നത്തെ അന്ധവിശ്വാസങ്ങളും ആത്മഹത്യാഭാവവും നിറഞ്ഞ സമൂഹം ദൈവപാദങ്ങളിൽ വീഴുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് രക്ഷയുടെ പ്രകാശം ഉടലെടുക്കുന്നത്. കരുണയും നീതിയും ചേർന്നിരിക്കുന്നവനടുത്തേക്ക് നാം ഓടുമ്പോഴാണ് നിത്യ സൗഭാഗ്യം കണ്ടെത്തുന്നത്. അനന്തര യോഗ്യരായിരിക്കാം, കാരണം അവൻ വീണ്ടും വരും. നമ്മളുടെ കർത്താവ് വീണ്ടും വരും. അവൻ പറഞ്ഞതാണ്, അവൻ വാക്ക് പാലിക്കും. പ്രതികരണത്തിനല്ല, പ്രതികരിക്കാനല്ല, പ്രതികാരത്തിനുമല്ല, ന്യായം വിധിക്കാൻ മാത്രം. ഇതാണ് സമയം, ഇതാണ് രക്ഷയുടെ സമയം. ഒട്ടും വൈകരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.